നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ മലനിരകളിലൊന്നായ ഇല്ലിക്കൽ കല്ലിലേക്കാണ്. യാത്ര തുടങ്ങുന്നത് കോട്ടയം നഗരത്തിൽ നിന്നാണ്. ഇന്ന് എനിക്കൊപ്പം അരുണുണ്ട്. അരുവി ഒഴുകുന്ന ഒഴുക്കുള്ള ഭാഗത്തെ അവിടെ ഒരു മരമുണ്ട്, കണ്ടോ? കാട് പോലെ പിടിച്ച് കിടക്കുന്നൊരു മരം. നല്ല രസമുണ്ട് അതിൻ്റെ ഇലകൾ കാണാൻ. നമ്മുടെ കല്ലമ്മുളയുടെ ഉണ്ടല്ലോ, അതിൻ്റെ ഇല പോലുണ്ട്, മുളയുടെ ഇല പോലുണ്ട്. കോട്ടയത്തു നിന്ന് ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ രാവിലെ പോകാൻ വേണ്ടി വിചാരിച്ചിരുന്നതാണ്. രാവിലെ കോടയൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല, കുറച്ച് താമസിച്ചു പോയി. ഇതിപ്പോൾ നമ്മളുള്ളത് ചവിട്ടുവരി കുമാരനല്ലൂർ ഭാഗത്താണ്. എനിക്ക് ഇല്ലിക്കൽ കല്ല് ഒരു പുതിയ അറിവാണ്. കോട്ടയത്ത് നമ്മളധികം അറിയാത്ത ഹിഡൻ സ്പോട്ടുകൾ വേറെയും കാണും. മലനിരകളുള്ള പ്ലേസ് കോട്ടയത്ത് ഞാൻ കണ്ടിട്ടില്ല. കോട്ടയത്തിൻ്റെ ചരിത്രത്തിൽ ഇടം നേടുന്ന പ്ലേസായി മാറി ഇല്ലിക്കൽ കല്ല്. അതുപോലെ എല്ലാ ജില്ലകളിലും ഒന്നിൽ കുറയാതെ വഴികൾ വിനോദത്തിനായി തുറന്നിട്ടുണ്ടാകും. കോട്ടയത്തെ ആരാധനാലയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഏറ്റുമാനൂർ ശിവക്ഷേത്രം, പിന്നെ മണ്ണർക്കാട്ട് പള്ളി, അങ്ങനെ പലതുമുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് സംക്രാന്തിക്കടുത്തുള്ള MC റോഡിലേക്കാണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഏറ്റുമാനൂർ പാലാ റൂട്ടിലേക്ക് പോകാം. ലെഫ്റ്റ് കുമാരനല്ലൂർ കോട്ടയം റൂട്ടാണ്. നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ്. റോഡ് ബ്ലോക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. കുറേ നേരം നിന്നിട്ടാണ് ഇപ്പോൾ പോകാൻ പറ്റുന്നത്. സംക്രാന്തി സിഗ്നലിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്കാണ്. നേരെ പോയി കഴിഞ്ഞാൽ അങ്കമാലി സിറ്റി റോഡാണ്. MC റോഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടോ, ആകാശവും രണ്ട് സൈഡിൽ ബിൽഡിങ്, മരങ്ങളും നാട്ടി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതി സൗന്ദര്യമാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ ഇവിടെ അതിരമ്പുഴ പാല അങ്കമാലി റോഡ് ഒരുമിക്കുന്ന ഇടമാണത്. ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റുമാനൂർ ശിവക്ഷേത്രം കാണാൻ പറ്റും. പക്ഷേ നമ്മൾ പോകുന്നത് റൈറ്റിലേക്കാണ്. ഇടുക്കി വാഗമൺ റൂട്ടാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി വാഗമൺ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുമല്ല, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ്, അത് ഈ യൂട്യൂബൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇത് പാലായാണ്. പാലായിലെത്തിയിട്ടുണ്ട്. ഇനി പമ്പിൽ കാണിച്ചിട്ട് വണ്ടി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം മല കയറുമ്പോൾ പെട്രോൾ പമ്പ് കാണില്ല, എല്ലായിടത്തുമല്ല, ചില ഭാഗങ്ങളിൽ. ഇന്ധനം നിറച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഈരാറ്റുപേട്ട റൂട്ടിലാണ്. ഇലവീഴ പൂഞ്ചിറ ഈരാറ്റുപേട്ടയിൽ നിന്ന് എളുപ്പത്തിലെത്താവുന്ന ഒരു പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇനിയൊരു അവസരത്തിൽ അവിടെ കൂടെ പോകണം. ഏറ്റവും നല്ല ഫോട്ടോ ഫ്രെയിം ഉള്ളൊരു പ്ലേസ് കൂടിയാണ് ഇലവീഴ പൂഞ്ചിറ. ഈ യാത്ര പ്രതീക്ഷിച്ച പോലെ അധികം ദൂരമില്ല. മറ്റേത് അച്ചൻകോവിൽ പോയ സമയത്ത് വളരെ ദൂരം തോന്നി. അതിൽ മാപ്പിൽ കാണിച്ച ദൂരത്തെക്കാട്ടിൽ കൂടുതലായിരുന്നു. അരുണ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിപ്പം അരുണാണോ വണ്ടി ഓടിക്കുന്നത്. പാല കഴിഞ്ഞപ്പം അവൻ വണ്ടി മേടിച്ചു. അപ്പോൾ ഇനിയിപ്പം പുറകെ ഇരുന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്.
ഈരാറ്റുപേട്ട നഗരസഭയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഈ ഭാഗത്തെല്ലാം കുഴിമന്തി, ബിരിയാണി ഇതൊക്കെ ഇവിടെ ഫേമസ് ആണ്. മിക്കവാറും ഇടങ്ങളിലെല്ലാം അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ധാരാളം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇത്. എന്നാൽ നമ്മുടെ ചെറിയ ചായക്കടകളും ഹോട്ടലുകളും ഒക്കെ ഇവിടെ ഉണ്ട് താനും. അതുകൊണ്ട് ഇവിടെ ഒരു കുഴിമന്തി കടയാണ് കണ്ടോ. ഹോട്ടലിൻ്റെ പേര് കണ്ടോ, ഒരു വെറൈറ്റി നെയിമാണ് ഗോ ഗ്രില്ല്. കോട്ടയം, പാല, പീരുമേട്, വാഗമൺ ഇവയെല്ലാം ജോയിൻ ചെയ്യുന്ന ഒരു റോഡാണ് ഈ കാണുന്നത്, നമ്മുടെ ഈരാറ്റുപേട്ട റോഡ്. ഇപ്പോഴത്തെ ബസ്സുകളെല്ലാം ഒരേ കളറാണ്, നീലയും വെള്ളം കണ്ടോ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കളറിലുള്ള ബസ്സുകളായിരുന്നു കൂടുതലും. ഇവിടുന്ന് റൈറ്റ് പോയാൽ തീക്കോയി, വാഗമൺ റൂട്ടാണ്. നേരെ പോയാൽ മുട്ടത്തിന് പോകാം, മുട്ടം റൂട്ടാണ് നേരെ പോകുന്നത്. ഇത് കണ്ടോ, ഈ പാലത്തിൽ കളർ അടിച്ചേക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് കളർ അടിച്ചതാണല്ലോ, പല കളറടിച്ച് അത് രസമായിട്ടുണ്ട് കേട്ടോ. ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചെടി വളർത്താനായിട്ട്. അവിടെ ചെടി വള്ളിച്ചെടിയായിരിക്കും വളർത്തുന്നത്, വളർത്തിക്കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ വിഷ്വലാകും പോകും നദിയുടെ. ഇവിടെ നിന്ന് വേണ്ട ഈരാറ്റുപേട്ട നഗരസഭയിൽ നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുക്കാറായി, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മലകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈരാറ്റുപേട്ട ഭാഗത്ത് എത്തുമ്പോഴാണ് മലനിരകളുടെ യഥാർത്ഥ ഒരു സൗന്ദര്യം കാണാൻ പറ്റുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ കൈതച്ചക്ക കൃഷി ചെയ്തേക്കുന്നതാണ്. ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. മേജർ ഫെസ്റ്റിവലായ തൃശ്ശൂർ പൂരത്തിനൊക്കെ അത് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ആനയ്ക്ക് ഏകദേശം ഒരു 55 വയസ്സുണ്ടാക്കുക. ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാം ചേർന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഈ പറയുന്ന പോലെ ഇവർ വന്നേക്കുന്നത് ഒരു തമിഴ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ മുസ്ലിംസ് വന്നേക്കുന്നത് ഈ റാവുത്തർ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവർക്ക്. ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ലാണ്, തലനാട് ആ ഭാഗത്തൊക്കെ പോകാൻ പറ്റും. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇല്ലിക്കൽ റൂട്ടാണ്. ഈ ഭാഗം ശ്രദ്ധിച്ചോണ്ടാണ് കോട്ടയത്തിൻ്റെ പതിവ് തിരക്ക് ശബ്ദങ്ങളൊക്കെ പിന്നിലാക്കി റോഡ് മുന്നോട്ട് നീങ്ങുമ്പോൾ പ്രകൃതി മാറി തുടങ്ങിയതാണ്. ഇരുവശത്തെ റബ്ബർ തോട്ടങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീടുകൾ, ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ശാന്തമായ കാഴ്ച ഇവിടെ കാണാൻ പറ്റും. പാല കടന്നതോടെ റോഡിൻ്റെ സ്വഭാവം മാറി തുടങ്ങി. ഇതാണ്, വളവുകൾ കൂടുന്നു, കയറ്റം തുടങ്ങുന്നു. ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ശബ്ദത്തിനൊപ്പം നമുക്ക് കാറ്റിൻ്റെ ശബ്ദവും കൂടി വരുന്നതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോളോ റൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് ഇവൻ്റെ അടുത്ത് വന്നതുകൊണ്ട്, അവരുടെ വീട്ടിൽ വന്നതുകൊണ്ടാണ് ഇവനെ കൂട്ടി പോകാമെന്ന് വിചാരിച്ചത്. അതുപോലെ ഇവന് ലൊക്കേഷൻ കറക്റ്റ് അറിയാമെന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങനെ കൂട്ടിയതാണ് ഇവന്. അതുമല്ല അവന് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ടുകൂടിയാണ്. ഈ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മലകളെല്ലാം അടുത്തടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വളവും തിരിവാണെങ്കിൽ ഈ റോഡ് കണ്ടോ, അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് നമുക്ക്. എൻ്റെ കോട്ടയം യാത്രകളിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു പ്ലേസാണിത്.
ഇങ്ങനൊരു പ്ലേസ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കോട്ടയത്ത്. കാരണം ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇങ്ങനൊരു പ്ലേസിനെ കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. കോട്ടയത്തുള്ളപ്പോൾ മിക്കവാറും പനച്ചിക്കാട് പോകുമായിരുന്നു. പനച്ചിക്കാടായിരുന്നു ഇവരുടെ വീട് ആദ്യം. അപ്പോൾ അവിടെ താമസിച്ച് പനച്ചിക്കാട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ വിദ്യാരംഭ ദിവസങ്ങളിലൊക്കെ വന്ന് അവിടെ വന്ന് തൊഴുതിട്ടുണ്ട്. അങ്ങനെ ഫേമസായ പല ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ഈ ഭാഗത്തൊക്കെ ചെറിയ കയറ്റമാണ് കേട്ടോ. ചെറിയ കയറ്റവും വളവുമാണ്. ചെറിയ വളവുകളാണ്. ഹെയർപിൻ പോലുള്ള വളവുകളൊന്നും എന്താണെന്നറിയത്തില്ല. മുകളിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കാണാതിരിക്കും. ചെറിയ കയറ്റമല്ല, നല്ല ഇപ്പോൾ കുത്തനെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. വണ്ടി വലിക്കാൻ പാടാണ്. 2 പേരെ വെച്ച് വണ്ടി വലിക്കാൻ പാടാണ്. ഹിമാലയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറിപ്പോകും, നല്ല രീതിയിൽ കയറിപ്പോകും. ഈ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ ഇവിടെ നിന്ന് റൈറ്റാണ് തിരിയേണ്ടത്. റൈറ്റ് തിരിഞ്ഞ് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് തന്നെ പോകണം. ഇവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ റൂട്ടിലാണ് പോകേണ്ടത്. വാവ്, അടിപൊളി വ്യൂ ആണ് ഇത്. ലുക്ക് കയറ്റമെല്ലാം കയറി ആ ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു പാലം കാണാം. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇല്ലിക്കൽ കല്ലെന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് കണ്ടോ. ഈ പാലത്തിന് താഴെ തെളിഞ്ഞ വെള്ളമാണ്. ഈ വഴിയാണ് ഞങ്ങൾ വന്നത്. അരുവി ഒഴുകുന്ന ഒഴുക്കുള്ള ഭാഗത്തെ അവിടെ ഒരു മരമുണ്ട് കണ്ടോ. കാട് പോലെ പിടിച്ച് കിടക്കുന്നൊരു മരം. നല്ല രസമുണ്ട് അതിൻ്റെ ഇലകൾ കാണാൻ. നമ്മുടെ കല്ലമ്മുളയുടെ ഉണ്ടല്ലോ, അതിൻ്റെ ഇല പോലുണ്ട്. മുളയുടെ ഇല പോലുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇത് നിൽക്കുന്നത് പാറയുടെ മുകളിലാണ് വളർന്ന് നിൽക്കുന്നത് ഉണ്ടോ. നല്ല വെള്ളമുള്ളതുകൊണ്ട് നല്ല പച്ചിച്ച് നല്ല രസമായിട്ട് നിൽപ്പുണ്ടോ. അതിനെല്ലാ പോഷകാഹാരങ്ങളും ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇവിടുന്ന് നേരെ ഇല്ലിക്കൽ കല്ലിന് കുറേ ദൂരമുണ്ട്. ഇനിയിപ്പം കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ആ മല കാണുന്നുണ്ടല്ലോ, നമ്മൾ മുമ്പ് കണ്ട മലയുണ്ടല്ലോ, അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. ഇത് കണ്ട് ഈ പാലമെല്ലാം പഴയ പാലമാണ് കേട്ടോ. പഴയ പാലം, കോൺക്രീറ്റ് പാലം. അതിൻ്റെ മണ്ടയ്ക്കൂടെ ടാർ ചെയ്തിട്ടേക്കുന്നു. ഈ സൈഡിലൊക്കെ വീടുകളുണ്ട്. ആ വീടിൻ്റെ ഒക്കെ അവരുടെയൊക്കെ അയ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനാണ്ടൊന്ന് തെളിഞ്ഞ വെള്ളം, നല്ല സൂപ്പർ വെള്ളം കണ്ടോ. പാറകൾ, അടിയിൽ കിടക്കുന്ന പാറകൾ, ഇലകളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു. പാറകൾക്കിടയിലൂടെ വരുന്ന ഈ അരുവി എവിടെ അതുകൊണ്ട് ആ മലകൾക്ക് എവിടെ നിന്ന് അടുത്തു പോകുന്നതാണ് വരുന്നത്. ആകാശം മുട്ട നിൽക്കുന്ന ഒരു മല കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ ഈ നീരുറവ് വന്നേക്കുന്നത് ഉരുൾപൊട്ടലിലൂടെ ആയിരിക്കണം. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഒരു കാഴ്ച ആണ് കേട്ടോ. ഇവിടെ ഒരു ചിലന്തി വല വെച്ചേക്കുന്നുണ്ടോ. വല വീശിയേക്കുക. ഇവിടെ വല വീശിയല്ല, വല കെട്ടിയേക്കുക കണ്ടോ. അതിലെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. ചെറിയ ചെറിയത് ഇരകളാണെന്ന് അറിയത്തില്ല. വലിയൊരു ചിലന്തിയാണ് കേട്ടോ. റോഡിൽ പാലത്തിന് മുകളിൽ. സാധാരണ ഇത് പകല് കാണാത്തതാണ്. ഇര പിടിച്ചു കഴിഞ്ഞാൽ അത് അഴിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ഇനി മുകളിലോട്ട് കയറുവാണ് ഞങ്ങൾ.